ശ്രീനാഥൻ, ഇവിടെ ഇന്ന് എം ടി രമേശ് പറയുന്നുണ്ടായിരുന്നു, ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി കാണുന്നില്ല, അതൊരു സാമുദായിക പാർട്ടിയാണെന്ന് പറയുന്നു. ഈ സാമുദായിക പാർട്ടിയുമായി ബി ജെ പി സഖ്യമുണ്ടാക്കണമെന്നാണോ ടി ജി മോഹൻദാസ്, ലീഗ് ആർ എസ് എസിൻ്റെ എന്താണ് അവരുടെ ബൗദ്ധിക സെൽ കൺവീനറായിരുന്ന ടി ജി മോഹൻദാസ് അന്ന് പറഞ്ഞത്? ശ്രീ പത്മനാഭൻ, അല്ല, ഇതൊന്നും അല്ല ഇവിടുത്തെ തമാശ. ഇവിടെ വേറെ ഒരു തമാശയുണ്ട്. ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്, മലബാറുകാരനാണ്. മുസ്ലിം ലീഗ് ഒരു സീറ്റും കൂടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിന് കൊടുക്കാവുന്ന സീറ്റുകൾ സാധാരണഗതിയിൽ 5 എണ്ണമാണ്. വയനാട്, കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ്. ഇതിൽ വയനാട് സീറ്റ് ഓൾറെഡി രാഹുൽ ഗാന്ധിയുടെ സീറ്റാണ്. അദ്ദേഹം അവിടുന്ന് ഒഴിയാനുള്ള സാധ്യത വിരളമാണ്. അപ്പോൾ പിന്നെയുള്ള ഈ 4 എണ്ണത്തിനെ സംബന്ധിച്ച് CPM-ന് കൃത്യമായ ധാരണയുണ്ട്. ഈ 4 മണ്ഡലങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള ഈ 4 മണ്ഡലങ്ങളിലും കോൺഗ്രസ് മാറി ലീഗ് വന്നാൽ CPM-ന് കുറച്ചും കൂടി എളുപ്പമാവും കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ എന്താ ലീഗിന് 3ാമത്തെ സീറ്റ് കൊടുക്കാത്തത്, അവർക്ക് അതിന് അധികാരമില്ലേ, അവകാശമില്ലേ എന്ന് ചോദിക്കുന്ന CPM ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ലീഗിന് കൊടുത്താൽ പിറ്റേന്ന് മുതൽ ഇതാ വർഗീയ ശക്തിക്ക് മുമ്പിൽ കോൺഗ്രസ് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് തട്ടിയെടുക്കാനുള്ള ശ്രമം ആരംഭിക്കും. താങ്കൾ ആദ്യം ചോദിച്ച ദുഷ്ടലാക്ക് ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കല്ല, അത് CPM-നാണ്. ഇത് CPM വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്. 2, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അതൊരു സാമുദായിക സംഘടനയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് MT രമേശ് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ലീഗ് ഇതൊരു കേരളത്തിലെ മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് പരസ്യമായി പ്രസംഗിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു സാമുദായിക സംഘടന തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ താങ്കൾ ചോദിച്ചു BJP-യുമായി, ആ ചോദ്യവും ഇന്ന് അവിടെ ചോദ്യത്തിൽ വന്നു. BJP-യുമായി എന്താണ്? BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയ്ക്കും സ്ഥാനമില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് BJP. BJP-ക്ക് ഒരൊറ്റ നിർബന്ധമേ ഉള്ളൂ, ഞങ്ങളുടെ നയപരിപാടികളുമായി യോജിച്ചു പോകാൻ പറ്റുന്നവർക്ക്. ഞങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്, അത് ഏകീകൃത സിവിൽ നിയമത്തിലുണ്ട്. അല്ല, അതിപ്പോ രാഷ്ട്രീയ പാർട്ടി എന്ന് പോലും അംഗീകരിക്കാത്ത ഒരു പാർട്ടിയുമായി ആ ഔദാര്യം എന്തിനാണ് ശ്രീ VP ശ്രീധരനാഭൻ? ഇപ്പൊ അന്ന് ടി ജി മോഹൻദാസ് പറഞ്ഞ എന്താണ്? എന്റെ വിലയിരുത്തലിൽ കേരള രാഷ്ട്രീയത്തിലെ തറവാടികൾ മുസ്ലിം ലീഗാണ്, അവർ വാക്കുമാറില്ല, മുന്നണി 1-2 തവണ മാറിയിട്ടുണ്ട്, അതല്ലാതെ ഓർക്കാപ്പുറത്ത് കാലുമാറുക, പിറകിൽ നിന്ന് കുത്തുക, വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്തിരിക, ഇതൊന്നും ചെയ്യുന്നവരല്ല മുസ്ലിം ലീഗുകാർ. ഒരു കമ്മ്യൂണൽ പാർട്ടിയല്ല, ഒരു കമ്മ്യൂണിറ്റി പാർട്ടിയാണ്. ഇതാദ്യം പറഞ്ഞ തരൂരാണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിറച്ച് മുസ്ലിങ്ങളുണ്ട്, അതവർ മുസ്ലിങ്ങളായതുകൊണ്ടല്ല, മുസ്ലിം ലീഗ് ആയതുകൊണ്ടാണ് എന്ന് കരുതി കമ്മ്യൂണലൊന്നും വിളിക്കരുത്. RSS-കാരനോ BJP-കാരനോ മന്ത്രിയായാൽ പേഴ്സണൽ സ്റ്റാഫ് മുഴുവൻ ഹിന്ദുക്കളായിരിക്കും. അത് ഹിന്ദുക്കളായതുകൊണ്ടാണ്, അല്ല BJP-കാരായതുകൊണ്ടാണ്. ആശ്രിതന്മാരാണ്, ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. ടി ജി മോഹൻദാസ് തറവാടികൾ, കേരള രാഷ്ട്രീയ തറവാടികൾ എന്ന് വിളിച്ചവരാണ് മുസ്ലിം ലീഗ്. അതിനെ തള്ളി പറയുന്നുണ്ടോ MT രമേശ്? രാജഗോപാൽ കേന്ദ്രമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ജോർജ് കുര്യനായിരുന്നു. അതെന്താ? അതൊന്നുമല്ല, ആ പറയുന്നതിനൊന്നും അർത്ഥമില്ല. അത് ടി ജി മോഹൻദാസ് പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞല്ല. അത് ടി ജി മോഹൻദാസ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. അദ്ദേഹം പറഞ്ഞതൊന്നും BJP-ക്ക് ബാധകമല്ലാന്ന്. BJP-യുടെ നയം നിശ്ചയിക്കുന്നത് ആ വേദിയിലല്ല, അദ്ദേഹം ഉൾപ്പെട്ട വേദിയിലല്ല. അപ്പൊ ജോർജ് കുര്യനെ നിങ്ങൾ BJP-കാരനായിട്ടാണോ ക്രൈസ്തവനായിട്ടാണോ കാണുന്നത് ശ്രീ VP ശ്രീധരനാഭൻ? അതെ, ഞങ്ങളെ പാർട്ടി, അത് ഞങ്ങൾ ഹിന്ദുക്കളെ വെച്ചെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ ഹിന്ദുക്കളെ എന്നല്ല വെച്ചിരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ജോർജ് കുര്യനെ അല്ല, താങ്കൾ ഇപ്പൊ ഞാൻ ടി ജി മോഹൻദാസിന്റെ വാക്കുകൾ വായിച്ചപ്പോൾ താങ്കൾ ജോർജ് കുര്യനെ ഉദാഹരിച്ചത്, ജോർജ് കുര്യനെ നിങ്ങൾ കാണുന്നത് BJP-കാരൻ എന്നുള്ളതാണോ അതോ ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് മാത്രമാണോ? പിന്നെ എന്തിനാണ് താങ്കൾ ആ പേര് പെട്ടെന്ന് ഓർമ്മ വന്നത്? സാർ, നിങ്ങളുടെ മുതിർന്ന നേതാവാണ്. സാർ, നിങ്ങളുടെ മുതിർന്ന നേതാവാണ്. ഇപ്പൊ താങ്കളെ അടക്കം ഗസ്റ്റായി തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് ജോർജ് കുര്യചേട്ടനോടാണ്. പിന്നെന്തിനാണ് പെട്ടെന്ന് ഇത് വായിച്ചപ്പോൾ അങ്ങനെ ഉദാഹരണം ഓർമ്മ വന്നത് ശ്രീ പത്മനാഭൻ? അത് ശരിയായ ഓർമ്മ വരലല്ല, അത് ശരിയായ ഒരു ഓർമ്മ വരലല്ല. ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ മാത്രം സംസാരിച്ചാ പിന്നെ ഞാൻ സംസാരിക്കണ്ടേ? വാട്ട് ഈസ് ദിസ്? യു പ്ലീസ് കീപ് ക്വയറ്റ്, ഐ വിൽ ആൻസർ. അതർവൈസ് യു കണ്ടിന്യൂസ്ലി ടോക്ക്, ഐ വിൽ കീപ് ക്വയറ്റ്. ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാതി മതമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ലാന്ന്. ഭാരതീയ ജനതാ പാർട്ടിയാണ്, ജാതി മതമൊന്നും ഇല്ലാന്ന്. BJP-യുടെ താമര ചിഹ്നത്തിൽ പശ്ചിമ ബംഗാളിൽ നിന്നും ജയിച്ചിരിക്കുന്നത് ജോൺ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, 82% ഹിന്ദുക്കളുള്ള മണ്ഡലത്തിലാണ് ജോൺ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിൽ നിന്നൊരു സ്ഥാനാർത്ഥി ജയിക്കുകയും അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിയാണ്.
ആ കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിയാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ 82% ഉത്തര ബംഗാളിൽ 82% ഹിന്ദുക്കളാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല, ഞങ്ങൾ മുസ്ലിം ലീഗ് അല്ല, അതൊരു സാമുദായിക സംഘടനയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഫറൂഖ് അബ്ദുള്ള BJPയുമായി വീണ്ടും സഹകരിക്കാൻ തയ്യാറുണ്ടോ? ഫറൂഖ് അബ്ദുള്ള ഞങ്ങളുടെ കാശ്മീർ നയം അംഗീകരിക്കണം. ഞങ്ങളുടെ കാശ്മീർ നയം ഫറൂഖ് അബ്ദുള്ളയ്ക്ക് അംഗീകരിക്കാമെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം, അത്രയേ ഉള്ളൂ. അതേ ഉള്ളൂ. ശരി PDPയുമായി നിങ്ങളോട് സഖ്യം ചേർന്നവരാണ്, നിങ്ങൾക്കാണ് ഫറൂഖ് അബ്ദുള്ള പാട്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ VP, ഞാൻ TG മോഹൻദാസ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കുറിച്ച് പറഞ്ഞത് വായിച്ചതാണ്. നിങ്ങളുടെ മാതൃസംഘടനയായ അല്ലെങ്കിൽ നിങ്ങളുടെ അടിത്തറയായ RSSന്റെ ഇന്റലക്ച്വൽ സെൽ കൺവീനർ ആയിരുന്ന ആളാണ്. അല്ല, ഞാൻ പറഞ്ഞതല്ല. BJP മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിശ്ചയിക്കുന്നത് TG പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു ഒന്നുള്ളൂ, അല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല. പോട്ടെ, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് RSSന്റെ എന്താണ് നിങ്ങളുടെ ബൗദ്ധിക സെൽ കൺവീനർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞൊന്നുള്ളൂ. ഓക്കെ, അല്ല അങ്ങനെയാണെങ്കിൽ ജോൺ മന്ത്രിയാവില്ല. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞല്ലേ. ഓക്കെ ആര് പറഞ്ഞാലും ശ്രീ അമീന